എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതുവരെയായിരുന്നു ടോപ്പിക് അവസാനിപ്പിച്ചിരുന്നത്? ഓക്കെ, ആർഗണിന്റെ സബ്ഷെൽ വിന്യാസം വരെ. എങ്ങനെയാ സബ്ഷെൽ വിന്യാസം എഴുതിയിരുന്നത്? 1s2, 2s2, 2p6, 3s2, 3p6 വരെ. പിന്നെ നമ്മൾ ഒരു ചർച്ചയിലായിരുന്നു അവസാനിപ്പിച്ചിരുന്നത്. ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുവേ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഇലക്ട്രോൺ, അടുത്ത മൂലകമായിട്ടുള്ള പൊട്ടാസ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പൊ അതിൽ അടുത്ത ഇലക്ട്രോൺ ഇനി 3D-യിലേക്കാണോ പോകേണ്ടത്, അതല്ല 4s-ലേക്കാണ്? ഈ കാര്യം നമുക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തത്വം, ഒരു പ്രിൻസിപ്പിൾ ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ആ തത്വത്തിന്റെ പേരെന്താ? ആഫ്ബ പ്രിൻസിപ്പിൾ അഥവാ ആഫ്ബ തത്വമാണ്. അപ്പൊ ഇത് ആഫ്ബ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയത് കൊണ്ടാണ്. നമുക്കറിയാലോ, ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ നമ്മൾ ബോയിൽ നിയമം ഇങ്ങനെയൊക്കെ പറയാറില്ലേ, അതുപോലെയുള്ള ഒരു തത്വമാണിത്. അപ്പൊ ഇതിൽ നമുക്ക് അതെന്താന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആഫ്ബ തത്വപ്രകാരം ഇലക്ട്രോണുകൾ സബ്ഷെല്ലുകളിൽ വന്ന് നിറയുന്നത് ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം, കെ ഷെൽ, അതായത് n=1, അതിന്റെ സബ്ഷെൽ ഏതാ? 1s. അപ്പൊ ഇലക്ട്രോണുകൾ ആദ്യം വന്ന് നിറയുന്നത് 1s-ലാണ്. പിന്നെ ആരോ മാർക്ക് എങ്ങോട്ടാ പോകുന്നത്? ശ്രദ്ധിക്കുക, 2s-ലേക്ക്. 2s എന്ന് പറയുമ്പോൾ ഏത് ഷെല്ലിന്റെ സബ്ഷെല്ല? 2s and 2p. ഏത് ഷെല്ലിന്റെയാ? n=2 എന്ന് പറഞ്ഞാൽ എൽ ഷെല്ലാണ്. അപ്പൊ 2s-ലേക്ക് ആദ്യം ഇലക്ട്രോണുകൾ വന്നു. പിന്നെ ആരോ മാർക്ക് ശ്രദ്ധിക്കുക, പിന്നെ ഇലക്ട്രോണുകൾ എങ്ങോട്ടാ പോയത്? 2p-യിലേക്കാണ്. 2p ഫില്ലായി കഴിഞ്ഞിട്ട് ഇലക്ട്രോണുകൾ പിന്നെ എങ്ങോട്ടാ പോയത്? ശ്രദ്ധിക്കുക, 3s. 3s എന്ന് പറയുമ്പോൾ 3 ഏതാ ഷെല്ല്? n=3, എം ഷെല്ലിന്റെ സബ്ഷെല്ലാണ്. അപ്പൊ 3s കഴിഞ്ഞ് പിന്നെ ആരോ മാർക്ക് ശ്രദ്ധിക്കുക, എങ്ങോട്ടാ പോകുന്നത്? 3p-യിലേക്കാണ്. 3p-യിൽ ഫില്ലായി കഴിയുമ്പോൾ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3d-യിലേക്കല്ല ഇലക്ട്രോണുകൾ പോകുന്നത്. എങ്ങോട്ടാ? നാലാമത്തെ ഷെല്ലായ n ഷെല്ലിന്റെ സബ്ഷെല്ലായ 4s-ലേക്കാണ്. അതിന് കാരണം എന്താ? 4s ആണ് 3d-യേക്കാൾ ഊർജം കുറഞ്ഞ സബ്ഷെല്ല്. 4s കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണുകൾ എങ്ങോട്ട് പോയി? ആരോ മാർക്ക് ശ്രദ്ധിക്കുക, 3d-യിലേക്കാണ് പിന്നീട് വന്നത്. 3d കഴിഞ്ഞിട്ട് പിന്നെ നമുക്കറിയാം ഇലക്ട്രോൺസ് എങ്ങോട്ടാ പോയത്? 4p-യിലേക്ക്. 4p കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4d-യിലേക്കല്ല ഇലക്ട്രോൺ പോകേണ്ടത്. പിന്നെ എങ്ങോട്ടാ? 5s-ലേക്കാണ്. 5s-ലേക്ക് പോകാനുള്ള കാരണം എന്താ? 5s ആണ് 4d-യേക്കാൾ ഊർജം കുറഞ്ഞ സബ്ഷെല്ല്. അപ്പൊ 5s-ൽ നിന്ന് ഇലക്ട്രോണുകൾ പിന്നീട് അവിടെ ഫില്ലായി കഴിഞ്ഞിട്ട് പിന്നെ ആരോ മാർക്ക് ശ്രദ്ധിക്കുക, പിന്നീടാണ് എങ്ങോട്ട് വരുന്നത്? 4d-യിലേക്ക്. 4d കഴിഞ്ഞിട്ട് അടുത്ത എങ്ങോട്ടാ പോകുന്നത്? 5p-യിലേക്കാണ്. ഡയറക്ഷൻ ശരിക്കും ശ്രദ്ധിക്കുക. 5p കഴിഞ്ഞിട്ട് ഇലക്ട്രോൺ 5d-യിലേക്കല്ല പോകേണ്ടത്. എങ്ങോട്ടാ? 6s-ലേക്കാണ്. കൃത്യമായിട്ട് ആരോ മാർക്ക് ശ്രദ്ധിക്കുക. 6s-ൽ നിന്ന് ഇലക്ട്രോൺ അവിടെയും ഫില്ലായി കഴിഞ്ഞിട്ട് പിന്നീട് പോകുന്നത് 4f-ലേക്കാണ്. 4f കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണുകൾ ഏത് സബ്ഷെല്ലിലായിരിക്കും? 5d-യിലാണ്. 5d കഴിഞ്ഞിട്ട് 5f-ലേക്കല്ല പോകേണ്ടത്. എങ്ങോട്ടാ? 6p-യിലേക്കാണ്. കാരണം ഊർജത്തിന്റെ ലെവൽ നമുക്ക് കൃത്യമായിട്ട് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. 6p കഴിഞ്ഞ്, 6p എന്ന് പറയുമ്പോൾ എത്രാമത്തെ ഷെല്ലിന്റെ p-യാ? 6ാമത്തെ ഷെല്ല്. n=6. 6ാമത്തെ ഷെല്ലിന്റെ p ആണ് 6p. 6p-യും കഴിഞ്ഞ് ഇലക്ട്രോണുകൾ പിന്നെ എങ്ങോട്ട് വന്നു? 7s-ലേക്ക്. അതായത് 7ാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ 7s-ലേക്ക്. 7s-ഉം ഫില്ലായിട്ട് പിന്നെ ആരോ മാർക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, എങ്ങോട്ടാ വരുന്നത്? 5f-ലേക്കാണ് പിന്നീട് ഇലക്ട്രോണുകൾ വരുന്നത്. 5f-ൽ നിന്ന് പിന്നെ എങ്ങോട്ടാണ് ഡയറക്ഷൻ നോക്കുക? 6d ആണ്. 6d കഴിഞ്ഞ് ഇലക്ട്രോണുകൾ 7p. ആ രീതിയിലാണ് നമുക്ക് ഇലക്ട്രോൺ വിന്യാസം മനസ്സിലാക്കാവുന്നത്. ഇതെല്ലാവരും വളരെ കൃത്യമായിട്ട് പഠിക്കണം. നിങ്ങൾ സയൻസ് ഡയറിയിൽ കൃത്യമായിട്ട് ഇത് വരച്ച് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ആഫ്ബ തത്വപ്രകാരം സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ വന്ന് നിറയുന്നത് വളരെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഈ കാര്യം നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാനുള്ള ഒരു ഗ്രാഫാണ് നമ്മൾ ഇനി അവലോകനം നടത്താൻ പോകുന്നത്.
എല്ലാവരും ഗ്രാഫ് നിരീക്ഷിക്കുക. ഈ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ എന്താ രേഖപ്പെടുത്തിയത്? ഷെല്ലുകളാണ്. KLMN എന്നീ ഷെല്ലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Y ആക്സിസിൽ ഊർജവുമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഗ്രാഫ് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ K ഷെല്ലിന്റെ സബ്ഷെല്ലായ, ഒന്നാമത്തെ ഷെല്ലായ K ഷെല്ലിന്റെ സബ്ഷെല്ലായ 1s ഊർജ ലെവൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഏറ്റവും താഴെയാണ് ഊർജ ലെവൽ. ഇനി നമുക്ക് അടുത്ത ഷെല്ലായ L ഷെല്ലിന്റെ സബ്ഷെല്ലുകൾ നോക്കാം. 2s ആൻഡ് 2p. അപ്പൊ 2s ലെവൽ നോക്കുക, 1s ഉയർന്ന ഊർജ ലെവലാണ്. അതിനേക്കാൾ ഉയർന്ന ഊർജ ലെവലാണ് ആർക്ക്? 2p. ഇനി M ഷെല്ലിന്റെ സബ്ഷെല്ലുകൾ ഏതൊക്കെയാ? 3s, 3p, 3d. അപ്പൊ ഇതിൽ 2p കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണുകൾ എങ്ങോട്ടാ? അതിനേക്കാൾ ഊർജം കൂടിയ 3s 3s കഴിഞ്ഞ് 3p 3p കഴിഞ്ഞിട്ട് 3pയുടെ ഊർജ ലെവൽ നമുക്ക് മനസ്സിലായി. 3p കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണുകൾ 3d പോവേണ്ടത്. പകരം നാലാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ 4s അപ്പൊ അതിന്റെ കാരണം വളരെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. 3dയുടെ ഊർജ ലെവൽ ഉയർന്നിട്ടും 4s ഊർജ ലെവൽ താഴെയുമാണ്. അപ്പൊ ആദ്യം ഇലക്ട്രോണുകൾ ഫില്ലാവേണ്ടത് ഏതിലായിരിക്കും? 4s അതിനുശേഷമാണ് ഇലക്ട്രോണുകൾ 3d വരിക. ഇനി 3dയും ഫില്ലായി കഴിഞ്ഞാൽ പിന്നീട് ഇലക്ട്രോണുകൾ നാലാമത്തെ ഷെല്ലിന്റെ P അഥവാ 4p പോകും. ഇങ്ങനെയാണ് ഊർജത്തിന്റെ ലെവൽ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ആഫ്ബ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമുക്കിനി കുറച്ച് മൂലകങ്ങളുടെ വിന്യാസം ഒന്ന് എഴുതി നോക്കാം. ആദ്യത്തെ മൂലകം നമ്മള് ഇനിയിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏതാ? പൊട്ടാസ്യം ആണ്. ആറ്റോമിക നമ്പർ 19 ആയിട്ടുള്ള K, അതായത് കാലിയം എന്നുള്ള പൊട്ടാസ്യം. അപ്പൊ പൊട്ടാസ്യത്തിൽ നമുക്ക് ഇത് എഴുതുമ്പോ എങ്ങനെയാ? ഇതിന് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്ത്? 18 വരെ നിങ്ങൾ ഇനി എഴുതേണ്ടതില്ല. പകരം എന്താ? 18ാമത്തെ ആർഗണിന് ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. എങ്ങനെയാ? ഈ മൂലകത്തിന്റെ തൊട്ട് മുമ്പായിട്ട് വരുന്ന അലസവാതകം ഏതാണോ അതിന്റെ പ്രതീകം ബ്രാക്കറ്റിനകത്ത് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഇലക്ട്രോൺ എങ്ങോട്ടാ പോകേണ്ടത്? 3d പകരം 4s. അപ്പൊ വിന്യാസം എങ്ങനെയാ വരിക? ആർഗൺ 4s1 എന്നാണ് പൊട്ടാസ്യത്തിന്റെ. അടുത്തത് ഏതായിരിക്കും? 20ാമത്തത് കാൽസ്യം ആണ്. അപ്പൊ ഇതിൽ വരുമ്പോഴും അങ്ങനെ തന്നെയാ, 4s തന്നെയാണ് ഇനി ഇലക്ട്രോൺ വരേണ്ടത്. അപ്പൊ എങ്ങനെ വരും? ആർഗൺ 4s2. ഇനി നമുക്ക് 21ാമത്തെ സ്കാൻഡിയത്തിലേക്ക് വരുമ്പോ Sc, അതായത് സ്കാൻഡിയം, അറ്റോമിക നമ്പർ 21 ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? ആർഗൺ 4s2 എന്ന് നിങ്ങൾ ഇങ്ങനെ എഴുതി. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. എന്തായിരിക്കും കാരണം? ഇതിൽ നമുക്ക് 4s കഴിഞ്ഞിട്ടുള്ള ഇലക്ട്രോൺ അതിനേക്കാൾ ഊർജം കൂടിയ ലെവലാണ് ഏത്? 3d. പക്ഷെ നമുക്കൊരു കാര്യം നേരത്തെ മനസ്സിലായതല്ലേ, ഒരു ഷെല്ലിന്റെ സബ്ഷെല്ലുകളെല്ലാം ഒന്നിച്ചെഴുതുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അപ്പൊ ആ 21ാമത്തെ ഇലക്ട്രോൺ വന്നിരിക്കുന്നത് എവിടെയാ? 3d സബ്ഷെല്ലിലേക്കാണ്. കാരണം ഓൾറെഡി 4s ഫില്ലായി കഴിഞ്ഞു. 4s ഊർജം കൂടിയ ലെവലായ 3d തന്നെയാണ് ആ ഒരു ഇലക്ട്രോൺ വന്നത്. അപ്പൊ വിന്യാസം എന്തായി? ആർഗൺ 3d1 4s2. ഇനി നമുക്ക് അടുത്ത മൂലകം 22 ഏതാ? ടൈറ്റാനിയം എന്ന ലോഹമാണ്, Ti. എങ്ങനെ എഴുതാം? ഈ സംശയമല്ല. എങ്ങനെയായിരിക്കും? ആർഗൺ നിങ്ങൾ 4s2 എന്ന് ലാസ്റ്റ് എഴുതിയിട്ട് ഇപ്പുറമാണ് എന്ത് ചെയ്യേണ്ടത്? അടുത്ത ഇലക്ട്രോണിനെ എങ്ങോട്ട് കൊണ്ടുവന്നു? 3d2 അപ്പൊ 3d2 4s2. ഇനി ടൈറ്റാനിയം കഴിഞ്ഞ് 23ാമത്തെ മൂലകം വനേഡിയം എന്ന ലോഹമാണ്. വനേഡിയം. അപ്പൊ വനേഡിയത്തിലേക്ക് വരുമ്പോ എങ്ങനെ വരും? ഓക്കെ, അങ്ങനെ തന്നെ. എന്താ? ആർഗൺ എന്നെഴുതി 4s2 നിങ്ങൾ ലാസ്റ്റ് എഴുതി. അകത്ത് എങ്ങനെ എഴുതി? 3d3. അതായത് ഇലക്ട്രോൺസ് എങ്ങോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു? 3d സബ്ഷെല്ലിലേക്കാണ് ഇപ്പൊ ഊർജം കൂടി ഇലക്ട്രോൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് 24ാമത്തെ മൂലകമാണ് ഏത്? ക്രോമിയം എന്ന ലോഹമാണ്, Cr അഥവാ ക്രോമിയം. ഇതിൽ നമുക്ക് ഇനി കുറച്ചും കൂടെ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ക്രോമിയത്തിന്റെ വിന്യാസത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക,
നോക്കുക എങ്ങനെയായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു എങ്ങനെയാ ഡി സബ്ഷെല്ലിന് 5 വിധത്തിൽ ക്രമീകരിക്കാൻ പറ്റുന്ന ഒരു സബ്ഷെല്ലാന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങള് മനസ്സിലാക്കുക. അപ്പൊ ഡിയിലെ ഈ സബ്ഷെല്ലുകള് നമ്മൾ തൽക്കാലം നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് പറയാം. നമ്മളിപ്പോ 5 റൂമിലായിട്ട് 5 റൂമാന്ന് വിചാരിക്കുക. അതിൽ ഇപ്പൊ നോക്കുക ഇവിടെ എങ്ങനെയായിരിക്കും. 4 റൂമിൽ ഇപ്പൊ ഇലക്ട്രോൺസ് ഇരിക്കുന്നുണ്ട്. ഒരു റൂം ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. കണ്ടല്ലോ, അല്ലാതെ ഇലക്ട്രോൺസ് ഒറ്റയായിട്ടാ പോയിരിക്കുന്നതല്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒക്കെ ഒരു ടെൻഡൻസി എന്താ, എല്ലാവരും ആദ്യം തന്നെ വേഗം പോയിട്ട് വിൻഡോ സീറ്റ് എല്ലാവരും കൈയടക്കും. എന്നിട്ട് അവിടെ സീറ്റ് ഇല്ലെങ്കിലല്ലേ നമ്മൾ അപ്പുറത്തേക്ക് ഇരിക്കുള്ളൂ. അപ്പൊ അതുപോലെ നിങ്ങളൊന്ന് കൺസെപ്റ്റ് ചെയ്യാം, ഒന്ന് സങ്കല്പിക്കാം. എങ്ങനെയാ, ഇവിടെ എന്താ ഓരോ റൂമിലുമായിട്ട് ഇപ്പൊ ഇലക്ട്രോൺസ് വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി ഇവിടെ ഒരു റൂം ഒഴിവായിട്ടിരിക്കുക ആണല്ലോ. പക്ഷെ ഡി എന്ന സബ്ഷെല്ലിന് എത്ര ഇലക്ട്രോൺ വരെ ഉൾക്കൊള്ളിക്കാൻ കഴിയും? എത്ര വിധത്തിലുള്ള ഡി സബ്ഷെല്ലുകൾ ഉണ്ട്? 5 വിധത്തിൽ. അപ്പോഴാണ് എന്ത്, ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിട്ട് വരിക? ഒരു സബ്ഷെല്ലിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു, ഒരു സബ്ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോണാ പറ്റുക? 2 എണ്ണം. അപ്പൊ ഡി 5 വിധത്തിൽ ഉണ്ടെങ്കിലൊക്കെയാണ് പരമാവധി എത്ര ഇലക്ട്രോണുകൾ ആവുക? 10 ഇലക്ട്രോണുകൾ ആവുക. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡി എന്ന സബ്ഷെല്ലിൽ D5 D10 ഈ 2 അവസ്ഥകൾ ഒന്ന് മനസ്സിലാക്കുക. ഡിയിൽ 5 എണ്ണം, ഡിയിൽ 10 എണ്ണം. ഈ 2 അവസ്ഥകളിലുള്ള ഇലക്ട്രോൺ വിന്യാസം ഒരു മൂലകത്തിന് കിട്ടുകയാണെങ്കിൽ ആ മൂലകത്തിന് സ്ഥിരത ഉണ്ട്. എപ്പോഴും മൂലകങ്ങളുടെ ഒരു പ്രവണത നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാസപ്രവർത്തനത്തിലൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ ഉദ്ദേശിക്കുന്ന എന്താ, ഊർജം കുറച്ച് സ്ഥിരത കൈവരിക്കുക. സ്ഥിരത അറ്റൈൻ ചെയ്യാൻ എന്താണ് മാർഗം? ഇതാണ് ആലോചിക്കുന്നത്. അപ്പൊ ഡിയിൽ 5 ഇലക്ട്രോൺ ആണെങ്കിലും സ്ഥിരത ഉണ്ട്, ഡിയിൽ 10 ഇലക്ട്രോൺ ആണെങ്കിലും ആ മൂലകത്തിന് സ്ഥിരത കൈവരിക്കാൻ കൂടുതലായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, ക്രോമിയത്തിന്റെ കേസിൽ നമ്മളിപ്പോ എഴുതിയിരിക്കുന്ന ആരെയാ? ക്രോമിയമാണ്. ആറ്റോമിക നമ്പർ 24. എങ്ങനെയാ എഴുതേണ്ടത്? നേരത്തെ നിങ്ങൾ ഏതുവരെ കഴിഞ്ഞു? വനേഡിയം വരെ കഴിഞ്ഞു. ഇനി ക്രോമിയം വരുമ്പോ ആർഗൺ 3d4 4s2 എന്നാണ് വരിക. പക്ഷേ ഇവിടെ നോക്കുക, എസ് സബ്ഷെല്ലിനകത്ത് 2 ഇലക്ട്രോണുകളുണ്ട് ആണല്ലോ. ഈ എസ് എന്നുള്ള സബ്ഷെൽ ആകെ ഒരു വിധത്തിലേ ഉള്ളൂ. അപ്പൊ ഈ എസിനകത്ത് 1 ഇലക്ട്രോൺ ഉണ്ടെങ്കിലും അതിന് സ്ഥിരത ഉണ്ട്, 2 ഇലക്ട്രോൺ ആണെങ്കിലും അതിന് സ്ഥിരത ഉണ്ട്. കാരണം അത് 1 ഇലക്ട്രോൺ ആകുമ്പോൾ അത് ഹാഫ് ഫീൽഡ് കണ്ടീഷൻ ആകും, പകുതി നിറഞ്ഞ അവസ്ഥ എന്ന് പറയാം. ഏതൊരു മൂലകത്തിനാണെങ്കിലും ആ സബ്ഷെല്ലിൽ പകുതി നിറഞ്ഞ അവസ്ഥ. ഇപ്പൊ എസിലാണെങ്കിൽ പകുതി നിറഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞാൽ എസിൽ 1, ഫുള്ളായിട്ട് നിറഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞാൽ എസിൽ 2. പിയിലാണെങ്കിലോ നിങ്ങളൊന്ന് പറഞ്ഞേ, പിയിൽ പകുതി നിറഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞാൽ പിയിൽ 3 ആയിരിക്കും. ഫുൾ ഫീൽഡ് എന്ന് പറയുമ്പോ എത്രയാ? പിയിലാണ്. അതുപോലെ ഡിയിലാണെങ്കിലോ ഹാഫ് ഫീൽഡ് എത്ര? 5, ഫുൾ ഫീൽഡ് എത്ര? 10. അതുപോലെ എഫ് ആണെങ്കിലോ ഹാഫ് ഫീൽഡ് എത്രയായിരിക്കും? 7, ഫുൾ ഫീൽഡ് എത്രയായിരിക്കും? 14. ഈ കണ്ടീഷനുകളെല്ലാം, ഈ അവസ്ഥകളെല്ലാം തന്നെ സ്ഥിരതയുള്ള ഇലക്ട്രോൺ വിന്യാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഒന്ന് അന്വേഷിക്കുമ്പോൾ ക്രോമിയത്തിലേക്ക് വരുമ്പോ ഈ 3Dയിൽ ഇപ്പൊ 4 ഇലക്ട്രോൺ ഉണ്ട് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് 1 ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ ഇതിന്റെ അവസ്ഥ എന്തായിട്ട് മാറും? ഹാഫ് ഫീൽഡ് കണ്ടീഷനായ 3d5 ആയിട്ട് മാറും. മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ 1 ഇലക്ട്രോൺ എവിടെന്നാ കിട്ടിയത്? ഈ 1 ഇലക്ട്രോൺ എവിടെന്നാ വന്നത്? ഫോറസിലെ 2 ഇലക്ട്രോണിൽ ഉള്ളതിനകത്ത് നിന്നാണ് 1 ഇലക്ട്രോൺ. പക്ഷെ ഫോറസിൽ നിന്ന് 1 ഇലക്ട്രോൺ പോയാലും ഇതിന് സ്ഥിരത ഉണ്ട്. അപ്പൊ അത് ഏത് സ്ഥിരതയായിരിക്കും? ആൻസർ പറഞ്ഞേ. അത് ഹാഫ് ഫീൽഡ് സ്ഥിരതയിലേക്ക് എത്തി. അതുപോലെ ഡിയിലേക്ക് 5 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞപ്പോഴോ അതും ഹാഫ് ഫീൽഡ് സ്ഥിരതയിലേക്ക് എത്തി. അപ്പൊ ക്രോമിയത്തിന്റെ വിന്യാസം എല്ലാവരും തന്നെ ഈ റെപ്രസെന്റേഷൻ ഒന്ന് വരച്ചിട്ട് ഒന്ന് എഴുതിയെടുത്തേ. അപ്പൊ ഇത് വരക്കുമ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് ക്ലിയർ ആയിരിക്കും. അപ്പൊ എങ്ങനെയാ വരിക? 3Dയിൽ ഇപ്പൊ 5 ഇലക്ട്രോൺ. അപ്പൊ എങ്ങനെ വരും? ആർഗൺ 3d5 4s1. ഇതാണ് ക്രോമിയത്തിന്റെ വിന്യാസം. ഇനി നമ്മൾ അടുത്ത മൂലകം ഏതാ? മാംഗനീസ് ആണ്. മാംഗനീസിലേക്ക് വരുമ്പോ ഇനി അടുത്ത ഇലക്ട്രോൺ എങ്ങോട്ടാ പോകേണ്ടത്? 3Dയിലേക്കാണോ 4s-ലേക്കാണോ? ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച ആൽഫ തത്വം തന്നെ പ്രയോഗിക്കണം. അതെല്ലാ ഫില്ലിങ്ങിലും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. കാരണം ഊർജം കുറഞ്ഞ ലെവൽ അവിടെ ബാലൻസ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ അതാണ് ഫില്ലാവേണ്ടത്.
അതായത് ഫോറസിലേക്ക് ഇനി ഒരു ഇലക്ട്രോൺ കൂടെ വരാം. അപ്പൊ നമുക്ക് മാംഗനീസിന്റെ കേസിൽ ആ ചിത്രീകരണം ഞാൻ എങ്ങനെ മാറ്റാൻ പോവാ? ഫോറസിലേക്കാണ് ആ ഒരു ഇലക്ട്രോൺ വന്നത്. അപ്പൊ എന്ത് വന്നു? 4s2. അപ്പൊ എഴുതുമ്പോ എങ്ങനെയാ എഴുതേണ്ടത്? ആർഗൺ, ഏതാ മൂലകം ഇത്? മാംഗനീസ് ആണ്. 25, അറ്റോമിക് നമ്പർ 25 മാംഗനീസ്. അപ്പൊ എങ്ങനെ വന്നു? ആർഗൺ എഴുതി 3D 5 തന്നെ, 4sൽ 2 ഇലക്ട്രോൺ. ആർഗൺ 3D 5 4s2. ഇനി നമുക്ക് 26ാമത്തെ മൂലകം, അതായത് ഇരുമ്പ്, അയൺ ആണ്. ആറ്റോമിക് നമ്പർ 26 ഏതാ? പ്രധാനപ്പെട്ട ലോഹമായ ഇരുമ്പാണ്. അപ്പൊ ഇരുമ്പിലേക്ക് വരുമ്പോ ഇനി നിങ്ങൾ എന്താ അടുത്ത കാര്യം പറയാ? ഇനി ഇലക്ട്രോൺ എങ്ങനെയാ? 4s2 ഫില്ലായി. ഇനി എങ്ങോട്ടാ വരേണ്ടത്? 3Dയിലേക്ക് തന്നെ. കാരണം 3Dയിൽ എത്ര വരെ നമുക്ക് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാനുള്ള സ്പേസ് ഇരിക്കുന്നുണ്ട്? 10 വരെ ഫില്ല് ചെയ്യാം. അപ്പൊ ഇനി അടുത്ത ഇലക്ട്രോൺ ഞാൻ വരക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക, ഡയറക്ഷൻ മാറ്റി. അതായത് എപ്പോഴും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പൊ 2 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കും ഒരു ഇലക്ട്രോൺ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കുമാണ് കറങ്ങുക. അപ്പൊ അതുകൊണ്ടാണ് അവിടെ സ്റ്റെബിലിറ്റി സൂക്ഷിക്കാൻ പറ്റുന്നത്. സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? രണ്ടും 2 ഡയറക്ഷനിലേക്കാണ് അതിന്റെ ആ ഒരു സ്പിൻ മോഷൻ വരുന്നത്. അതാണ് അതിന് കാരണം. അപ്പൊ ഓക്കെ, ഞാനിപ്പോ ഇവിടെ എഴുതി കഴിഞ്ഞപ്പോ എന്തായി? 3D6 ആയി. 3D5 മാറ്റി നിങ്ങൾ ഇവിടെ 3D6 ആക്കി. ആർഗൺ 3D6 4s2 ആണ് ഇരുമ്പിന്റെ വിന്യാസം. വരക്കുന്നുണ്ടല്ലോ. ഇനി അടുത്തത് ഇപ്പൊ ഈ വിന്യാസം ഒന്നുകൂടെ എഴുതുക. ഇരുമ്പിന്റെ വിന്യാസം അയൺ Fe എന്നുകൂടെ എഴുതുക. ആർഗൺ 3D6 4s2. ഇനി അയൺ കഴിഞ്ഞ് 27ാമത്തെ മൂലകം ഏതാണ്? 27 ഏതാ? കൊബാൾട്ട് ആണ്. അറ്റോമിക് നമ്പർ 27 ഏതാ മൂലകം? കൊബാൾട്ട്, CO. അപ്പൊ അവിടെ ഒന്നും നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വേണ്ട. ഇലക്ട്രോൺസ് എങ്ങോട്ട് തന്നെയാ? 3Dയിലേക്ക് തന്നെ. അപ്പൊ അടുത്ത ഇലക്ട്രോൺ കണ്ടല്ലോ, ഞാൻ അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത റൂമിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം ഇനി ഒറ്റയായിട്ട് ഇരിക്കാൻ സ്ഥലമില്ല. കണ്ടല്ലോ, മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഇലക്ട്രോൺ എന്തായി? 3Dയിലേക്ക് തന്നെ വന്നു. 3D7 4s2. അപ്പൊ എങ്ങനെയാ വിന്യാസം? ആർഗൺ എങ്ങനെയാ വന്നത്? 3D7 4s2. മനസ്സിലാക്കിയല്ലോ? ഇനി നമുക്ക് അടുത്ത മൂലകം, കൊബാൾട്ട് കഴിഞ്ഞ അടുത്തത് ഏതാ? നിക്കൽ എന്നുള്ള ലോഹമാണ്. അറ്റോമിക് നമ്പർ 28. എങ്ങനെ വരും? നിങ്ങൾ ആൻസർ എന്ന് പറഞ്ഞേ. 3Dയിലേക്ക് തന്നെയാ. 3D ഇനിയും സ്പേസ് ഇരിക്കുകയാണ്. അപ്പൊ അടുത്ത ഇലക്ട്രോൺ കണ്ടോ, അടുത്ത റൂമിലേക്ക് വന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ അവിടെ വിന്യാസം 3D8. ഇവിടെ ചേഞ്ച് ഒന്നും ചെയ്യണ്ട, 4s2 ആയിട്ട് ഇരിക്കുന്നു. ആർഗൺ 3D8 4s2. ഇനി നിങ്ങള് അടുത്ത മൂലകം ഏതാ? ആറ്റോമിക് നമ്പർ 29. വളരെ പ്രധാനപ്പെട്ട ഒരു ലോഹം തന്നെയാ, കോപ്പർ, Cu, കുപ്രം അല്ലെ? അപ്പൊ കോപ്പറിലേക്ക് വരുമ്പോ ഇനി ഇലക്ട്രോൺ ഞാനിപ്പോ ഇവിടെ ഒരു ഫില്ലിംഗ് കൊടുക്കാൻ പോവാണ്. അടുത്ത ഒരു ഇലക്ട്രോൺ ഇനി 3D 4sൽ എന്തായാലും ഇനി സ്പേസ് ഇല്ല. അപ്പൊ നമ്മൾ എന്തായാലും കൊടുക്കാൻ പോകുന്നത് എവിടെയാ? 3Dയിലേക്ക് ഞാൻ ഈ ഇലക്ട്രോണിനെ കൊടുത്തു. ഇവിടെ ഞാൻ ഇവിടെ 3D9 എന്ന് എഴുതി. എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചേ. ഈ വിന്യാസത്തിന്റെ ചിത്രീകരണം ശ്രദ്ധിക്കുക, എഴുതി വെച്ചിരിക്കുന്നത് നോക്കുക. 3D9 4s2. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം തോന്നുന്നുണ്ടോ? ഇവിടെ നോക്കുക, ഈ 3Dയിൽ ഇപ്പോ 9 ഇലക്ട്രോൺ ആയിട്ട് ഇരിക്കുകയാണ്. ഒരു റൂം മാത്രം ഇവിടെ ഒഴിവായിട്ട് ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അവിടെ ഒരു ഇലക്ട്രോൺ കൂടെ 4sൽ നിന്ന് തന്നെ കിട്ടിയാൽ വേറെ എവിടെ നിന്ന് വാങ്ങണ്ട. ഇതിന്റെ വിന്യാസത്തിൽ തന്നെ കിടപ്പുണ്ട് 4sൽ 2 ഇലക്ട്രോൺ. 4s ആണെങ്കിലോ വളരെ ഉദാരമനസ്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോഴോ 4sൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4sനും സ്ഥിരത ഉണ്ട്, ഹാഫ് ഫീൽഡ് സ്ഥിരത ഉണ്ട്. ഡിക്കോ 3Dക്ക് അപ്പൊ അവിടെ ഏത് സ്ഥിരതയിലേക്ക് എത്താനും പറ്റി? ഫുൾഫിൽഡ് സ്റ്റേജ് ആയിട്ടുള്ള നല്ല സ്ഥിരതയിലേക്ക് എത്താനും പറ്റി. അപ്പൊ ഓക്കെ, അപ്പൊ അത് നമുക്കൊന്ന് വരച്ചു നോക്കാം. 3Dയിലേക്ക് ഒരു ഇലക്ട്രോണും കൂടെ 4sൽ നിന്ന് വരാൻ പോവാ. അപ്പൊ അതില് കണ്ടല്ലോ 3D10 വന്നു. 4sൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇന്ന് പോന്നു. അപ്പൊ 4s എന്തായി? 4s1. ഒന്ന് ശ്രദ്ധിച്ചോളുക. അപ്പൊ ഇതിനകത്ത് എത്ര ഇലക്ട്രോൺസ് ആയി? ഇപ്പൊ ടോട്ടൽ 10 ഇലക്ട്രോൺ 3Dയിൽ വന്നു. അതായത് ഫുൾഫിൽഡ് സ്ഥിരത എന്ന കണ്ടീഷനിലേക്ക്
ഫുള്ളായിട്ട് ഇലക്ട്രോൺ നിറഞ്ഞ ഒരു സബ്ഷെല്ലായിട്ട് ഇപ്പൊ 3D മാറിയിരിക്കുകയാണ്. അതുപോലെ ഫോറസിനും സ്ഥിരത ഉണ്ട്, കാരണം അതിന് ഹാഫ് ഫീൽഡ് സ്ഥിരതയും കിട്ടി. അപ്പൊ നമ്മുടെ വിന്യാസം എന്തായിട്ട് മാറി? കോപ്പറിന്റെ വിന്യാസം ഒന്നും കൂടെ ഒന്ന് എഴുതുക. കോപ്പർ എങ്ങനെയാ വരിക? ആർഗൺ 18, 3D10, 18ഉം 10ഉം എത്ര? 28. ബാക്കി 4s1. 4s1 എന്ന് എഴുതാൻ മറന്നു പോകരുത്. ഒരു ഇലക്ട്രോണിക് പോകുന്ന കാര്യം വിട്ടുപോകാൻ പാടില്ല. അപ്പൊ ഇനി നമുക്ക് കോപ്പർ എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് കിടക്കാം, സിങ്കിലേക്ക് കിടക്കാം. സിങ്ക് ആവുമ്പോ എങ്ങനെയാ? ആറ്റോമിക നമ്പർ എത്രയാ? സിങ്ക് 30. അപ്പൊ സിങ്കിലേക്ക് വരുമ്പോ ഇനി ഇലക്ട്രോൺ എങ്ങോട്ട് തന്നെയാ പോകേണ്ടത്? അപ്പൊ നിങ്ങൾ വിചാരിക്കും 4s കഴിഞ്ഞ് ഇനി 3D കഴിഞ്ഞ് 4p-ലേക്കാ പോകേണ്ടത് വിചാരിക്കും. പക്ഷെ ഇവിടെ 4s ഫില്ലാവാതെ കിടക്കുകയാണ്. ഒരിക്കലും തന്നെ നമുക്ക് ഇങ്ങനെ സബ്ഷെല്ല് ഫില്ലാവാതെ അടുത്ത് അതിനേക്കാൾ ഊർജ്ജം കൂടിയ ലെവലിലേക്ക് പോകാൻ പറ്റൂല. അപ്പൊ എന്ത് തന്നെ ആയാലും നമുക്ക് ഇതിനൊരു കമ്പനി കൊടുക്കണം. 4s ഇവിടെ ഒറ്റയായിട്ടിരിക്കുക. അപ്പൊ സിങ്കിലേക്ക് വരുമ്പോ എന്തായി? 4sൽ 2 ഇലക്ട്രോണിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നു. അപ്പൊ ഏതാ? സംശയിക്കേണ്ട, ആർഗൺ 3D10 4s2. ഇനി നമുക്ക് അടുത്ത ഇലക്ട്രോൺ, അതായത് സിങ്കും കഴിഞ്ഞ് 31ാമത്തെ മൂലകം ഏതാ? ഗാലിയം എന്നുള്ള മെന്റേലിയഫ് ഒക്കെ വളരെ വിശദീകരിച്ച് മനസ്സിലാക്കി തന്ന ഒരു മൂലകമല്ലായിരുന്നോ ഗാലിയം? അറ്റോമിക് നമ്പർ 31. എങ്ങനെ ആയിരിക്കണം വിന്യാസം? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. സബ്ഷെൽ വിന്യാസം 1s2 കഴിഞ്ഞു, 2s2 കഴിഞ്ഞു, 2p6 കഴിഞ്ഞു, 3s2 കഴിഞ്ഞു, 3p6 കഴിഞ്ഞു, 4s2 കഴിഞ്ഞു, 3D10 വരെ കഴിഞ്ഞു. ഇനി അങ്ങോട്ടാ പോകേണ്ടത്? ഒന്നും സംശയിക്കേണ്ട, നേരത്തെ ഗ്രാഫ് എല്ലാം മനസ്സിലുണ്ട്. 3D കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാ? 4p-ലേക്കാണ്. അപ്പൊ ഗാലിയം മാത്രം ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. ബാക്കിയെല്ലാം നിങ്ങൾ ആ പീരീഡിൽ ബാക്കി വരുന്ന ക്രിപ്റ്റോൺ വരെയുള്ള മൂലകങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിക്കൊള്ളണം. ഗാലിയം മാത്രം ഞാനൊന്ന് പറയാം. അപ്പൊ എല്ലാവരും ഗാലിയത്തിന്റെ വിന്യാസം ഞാൻ വരച്ചൊന്ന് ശ്രദ്ധിച്ചേ. ഏതെല്ലാം സബ്ഷെല്ലുകൾ ഫില്ലായിട്ടിരിക്കുന്നുണ്ട്? ആർഗൺ 4s2 3D10. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന എങ്ങോട്ട്? അടുത്ത ഇലക്ട്രോൺ, അടുത്ത ഊർജ്ജം കൂടിയ ലെവൽ ഏതായിരുന്നു? 4p ആണ്. 4p-ൽ ഒരു ഇലക്ട്രോൺ ആണ് ഗാലിയത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ റെപ്രസെന്റേഷൻ ഇവിടെ വരക്കുന്നൊന്ന് ശ്രദ്ധിക്കുക. 4p1. ഇതാണ് 4p സബ്ഷെൽ. ഞാൻ എന്തായിരിക്കും ഇവിടെ 3 കള്ളികൾ വരക്കാനുള്ള കാരണം? ആൻസർ പറഞ്ഞേ. നിങ്ങൾക്കറിയാം പി സബ്ഷെല്ലുകൾ എത്ര രീതിയിലാണ് നമുക്ക് വിന്യസിക്കാൻ പറ്റുക? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു px, py, pz 3 പാറ്റേണില് അല്ലേ? അപ്പം പി സബ്ഷെല്ലുകൾ നമുക്ക് 3 വിധത്തിലാണ് റെപ്രസെന്റേഷൻ സൂചിപ്പിക്കാൻ പറ്റുക. അപ്പൊ അതിൽ ഇതിനകത്ത് ഇപ്പൊ ഒരു ഇലക്ട്രോൺ വന്നു. ഇപ്പൊ ഗാലിയത്തിലേക്ക് വന്നപ്പോ 4p-ൽ ഒരു ഇലക്ട്രോൺ ആയി. ഇനി നിങ്ങൾ അടുത്ത തൊട്ടപ്പുറമുള്ള ജർമേനിയത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? 4p-ലേക്ക് 2 ഇലക്ട്രോൺ വരും. അടുത്ത മൂലകത്തിലേക്ക് 4p-ലേക്ക് അടുത്ത ഇലക്ട്രോൺ. പിന്നെ വരുമ്പോഴോ ഈ ഒറ്റയായിട്ടിരിക്കുന്നതെല്ലാം അവിടേക്കാണ് അടുത്ത ഇലക്ട്രോൺസ് വരുന്നത്. ഇങ്ങനെയാണ് ക്രിപ്റ്റോണിലേക്ക് നമുക്ക് ആ പീരീഡിൽ അവസാനത്തെ അലസവാതകമായിട്ടിരിക്കുന്ന ഏതാ? ക്രിപ്റ്റോൺ ആണ്. അപ്പൊ അതിലേക്ക് വരുമ്പോ 4p-ൽ 6 ഇലക്ട്രോൺ വരെ വരും. ഇത് നിങ്ങൾക്ക് എഴുതാനേ ഉള്ളൂ. അപ്പൊ എല്ലാവരും തന്നെ ഈ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ക്രിപ്റ്റോൺ വരെയുള്ളത് ഇതുപോലെ വിന്യാസവും എഴുതണം, അതുപോലെ ഇതിന്റെ റെപ്രസെന്റേഷനും കാണിക്കണം. ഓരോന്നും വരയ്ക്കുമ്പോഴാണ്, ആദ്യം ഇങ്ങനെ വരച്ചു വെക്കരുത്. ഗാലിയത്തിനാവുമ്പോൾ 1 ഇലക്ട്രോൺ, അടുത്ത ജർമേനിയത്തിലേക്ക് വരുമ്പോൾ അടുത്ത കള്ളിയിലാണ് 1 ഇലക്ട്രോൺ, അടുത്ത മൂലകത്തിലേക്കാണ് അടുത്ത 1 ഇലക്ട്രോൺ. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ അത് നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിന്റെ സഹായത്തോടു കൂടി വരക്കാനേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇപ്പൊ അത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു അസൈൻമെന്റ്, 1-2 അസൈൻമെന്റുകൾ തരാനുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും തന്നെ എഴുതിയെടുക്കുക. ഹൈഡ്രജൻ മുതൽക്ക് ക്രിപ്റ്റോൺ വരെയുള്ള, അതായത് ആറ്റോമിക നമ്പർ 1 ആയ ഹൈഡ്രജൻ തൊട്ട് ആറ്റോമിക നമ്പർ 36 ആയ ക്രിപ്റ്റോൺ വരെയുള്ള മൂലകങ്ങളുടെ ഷെൽ വിന്യാസവും എഴുതണം, സബ്ഷെൽ വിന്യാസവും നിങ്ങൾ എഴുതിക്കൊണ്ടുവരണം. ഇനി മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തല്ലോ. ഹൈഡ്രജൻ എത്രയാ? ആറ്റോമിക് നമ്പർ 1 തൊട്ട് 36ാമത്തെ ക്രിപ്റ്റോൺ വരെ ഷെൽ വിന്യാസം, അതായത് KLMN വിന്യാസം എഴുതണം. ഇതുപോലെയുള്ള സബ്ഷെൽ വിന്യാസവും എല്ലാവരും തന്നെ വളരെ വൃത്തിയായിട്ട് എഴുതിക്കൊണ്ടുവരാം. മറ്റൊരു ചോദ്യം, ക്രോമിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസത്തിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായ ആൻസർ? ഫസ്റ്റ് വൺ, ആർഗൺ 3D4 4s2. ആദ്യത്തെ ഓപ്ഷൻ നമ്പർ 1 ആർഗൺ 3D4 4s2. അടുത്തത് ബി ഓപ്ഷൻ ആർഗൺ
3D5 4S1. ഇതിലേതാണ് ശരി? നിങ്ങളുടെ ഉത്തരത്തിന് കാരണം കണ്ടെത്തുക. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ. കോപ്പറിന്റെ വിന്യാസം താഴെ തന്നതിൽ ശരിയേത്? ഫസ്റ്റ് ഓപ്ഷൻ എ ആർഗൺ 3D9 4S2. ബി ഓപ്ഷൻ ആർഗൺ 3D10 4S1. ഇതിനും നിങ്ങൾ കാരണം കണ്ടെത്തുക. അപ്പൊ ഇതെല്ലാം വളരെ വൃത്തിയായിട്ട് അടുത്ത ക്ലാസ്സിൽ എനിക്ക് കാണണം. ഓക്കെ, താങ്ക് യു.